നമ്മുടെ ജീവിതത്തിൽ നിറയെ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്? നമ്മുടെ കൂടെയുള്ള സഹജീവികൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, ഇവരെല്ലാവരും വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത സ്വഭാവക്കാരുമായിരിക്കും. ഇത് തന്നെയാണ് ഒരു പ്രധാന കാരണം. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് തീർത്തും അപ്രാപ്യമായൊരു കാര്യമാണ്. ഇതിനുള്ള മെയിൻ കാരണം നമ്മുടെ സ്വഭാവ വൈവിധ്യങ്ങൾ തന്നെയാണ്. നമ്മൾ ചെറുപ്പം മുതൽ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ഓരോ സ്വഭാവങ്ങളും രൂപപ്പെടുന്നത് ചെറുപ്പകാലം മുതലുള്ള ഓരോ ഘട്ടങ്ങളിൽ കൂടിയാണ്. ഈ ഘട്ടങ്ങൾ പലരുടെയും ജീവിതത്തിൽ പല രീതിയിലാണ് പ്രതിഫലിക്കുന്നത്. ചിലർ ഈ ഒരു സ്വഭാവത്തോട് പൊരുത്തപ്പെടുകയും ചിലർക്ക് ഈ സ്വഭാവത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചിലർ മറ്റു രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ജീവിതത്തെ തള്ളി നീക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുമായി പെരുമാറുകയും പുതിയൊരു ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന വ്യക്തി. എൻ്റെ അടുത്ത് വീഡിയോസിൽ കണ്ടതിന് ശേഷം ചിലർ ചോദിച്ചു, എൻ്റെ വീട്ടിൽ ഇതേപോലെ ചെറിയ ഇങ്ങനെ പ്രശ്നങ്ങൾ, ഒരു ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചില വ്യക്തികൾ പെരുമാറുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു താല്പര്യക്കുറവ് നമുക്കുണ്ടാകും. പക്ഷേ ഈ താല്പര്യക്കുറവ് ഉണ്ടാകുന്നതിനുള്ള കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്. അങ്ങനെ ഒരു താല്പര്യക്കുറവിൻ്റെ കാര്യം ഈ വ്യക്തികളോട് കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു വ്യക്തിത്വമാണ് ചില വ്യക്തികളിൽ ഇത് പ്രതിഫലിക്കുന്നത്. അവർക്ക് ചില ഇമോഷൻസുകൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം. പെട്ടെന്ന് ദേഷ്യപ്പെടുക, മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയും ഈ കൂട്ടരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അത് കാരണം മറ്റൊന്നുമല്ല, അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായി മാത്രമാണ് അത് നമ്മൾ കരുതേണ്ടത്. ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തരം വ്യക്തികളോട് പ്രത്യേകിച്ചൊരു ദേഷ്യം വരികയോ പ്രത്യേകിച്ച് എന്താണ് അവരിങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതൊരു ചെറിയ അറിവാണ്. കൂടുതൽ അറിവുകൾ സമ്പാദിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.